കേരളത്തിന്റെ മനസ്സ് എപ്പോഴും രൂപപ്പെടുത്തിയിട്ടുള്ളത് ഒരു ഇടതുപക്ഷ രീതിയിലാണ്. ഇടതുപക്ഷം പലതവണ പറയും, ഞങ്ങൾ വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പുരോഗമന വാദമാണ് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറയുമ്പോഴും ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ രണ്ടാം കിട പൗരന്മാരായി കാണുന്ന സംസ്ഥാനങ്ങളിൽ പോലും വനിതാ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ വന്നിട്ടും കേരളത്തിൽ അത് സംഭവിച്ചിട്ടില്ല. കേരളത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല. പക്ഷെ കുറച്ചു നാളുകളായി നാം നോക്കുകയാണെങ്കിൽ ഈ BJP-യുടെ കടന്നുവരവ് കേരളത്തിൽ വനിതകൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് അവർ പ്രധാന ഇടങ്ങളിൽ മത്സരിപ്പിക്കുന്നതും അവരുടെ പ്രധാന നേതാക്കളായി വളർത്തിയെടുക്കുവാനും ഈ വനിതകളെ കൊണ്ടുവരുന്നത് കേരള രാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണോ? ഈ CPM-ന്റെ ഒരു പൊതു രാഷ്ട്രീയ തന്ത്രം എന്ന് പറയുന്നത് അവർക്ക് താല്പര്യമുള്ള ആളുകളെ ഉപയോഗിച്ച് കാര്യങ്ങൾ നേടുകയും അവസാനം ചണ്ടികളായിട്ട് വലിച്ചെറിയുകയും ചെയ്യുന്നത് CPM-ന്റെ രീതിയാണ്. കേരളത്തിൽ കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്നും പറഞ്ഞ് മുദ്രാവാക്യം വർഷം മുമ്പ് വിളിച്ചു. KR ഗൗരിയമ്മയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞു. ആക്കിയതെന്ന് മാത്രമല്ല, അവർ CPM ചവിട്ടി പുറത്താക്കി. അതാണ് CPM. അതിനുശേഷം ഈ KK ശൈലജ എന്തോ ഒരു വലിയ സംഭവമാണ്. കേരളത്തിൻ്റെ അമ്മയാവാൻ സാധ്യതയുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഇമേജ് കൊടുത്ത് PR വർക്ക് ചെയ്ത് വളർത്തിക്കൊണ്ടു. KK ശൈലജ ഇപ്പോൾ ഇവിടെ പോയി. അപ്പം ഇങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ CPM പറയാൻ കഴിയും. അവരെ സംബന്ധിച്ച് വനിതകളെന്ന് പറയുന്നത് അവർക്ക് വേറെ ചില ഉപകരണങ്ങളാണ്, ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ള ഉപകരണങ്ങളാണ്. അവരൊരിക്കലും വളർന്നു വരാനായിട്ട് അനുവദിക്കില്ല. ഈ വനിതകളെ മാത്രമല്ല, ഈ SC വിഭാഗത്തിൽപ്പെട്ടവരെ അവർ വളരാൻ സമ്മതിക്കില്ല. കാര്യം അവരെ ഉന്നത പദവികളിലൊന്നും ഈ പറഞ്ഞ ഗണത്തിൽപ്പെട്ട ആൾ, ഈ പോളിറ്റ് ബ്യൂറോ എന്നിങ്ങനെയുള്ള ആളുകളൊന്നുമില്ല. അതൊക്കെ ചില വരേണ്യ വിഭാഗക്കാർ CPM-നകത്തുണ്ട്. അവർ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ. പക്ഷെ അതിന് ഈ പറഞ്ഞത് അതിന് സമാനമായ സാഹചര്യമാണ് കോൺഗ്രസിലുണ്ട്. കോൺഗ്രസിൽ അവരുടെ ഘടകകക്ഷി അറിയാലോ, മുസ്ലിം ലീഗ്. അവർ വനിതകളെ അടുപ്പില്ല. കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിൽ ഒരു വനിതകളിൽ ഗുസ്തി പിടിക്കണം. നേതാക്കൾ പറയുന്ന പല വൃത്തികെട്ട പരിപാടിക്ക് നമ്മൾ വഴങ്ങി കൊടുക്കണം. എന്നാലും അവിടെ ഒരു സാധ്യതയുള്ളൂ. അവിടെ ഏതെങ്കിലും ഒരു വനിതയെ അവർ ഈ പറഞ്ഞതുപോലെ ഉയർത്തിക്കൊണ്ടതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ സമയഭാവിയിലുണ്ടോ? ഇല്ല. പത്മജ നമ്മുടെ വലിയ ഉദാഹരണമായിട്ടുണ്ട്. പത്മജ ചവിട്ടി പുറത്തായി കളഞ്ഞ കേസ്. ഇങ്ങനെ എത്രയോ വനിതകൾ അവിടെയും അതുപോലെ വനിതകളെ തോൽക്കുന്ന സീറ്റിൽ നിർത്തും, വിജയിക്കുന്ന സീറ്റിലാണെങ്കിൽ തോൽപ്പിക്കും. തീർച്ചയായിട്ടും അവിടെ തന്നെ സ്ഥാനാർത്ഥിയാവാതെ കിട്ടിയ അവരുടെ നേതാവ് മുട്ടയടിച്ച് പ്രതിഷേധിച്ച് സുഭാഷ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മുന്നണിയിലും എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വമാണ് അവിടെ പ്രധാനമായിട്ടുള്ളത്. സ്ത്രീകളെ അവര് ഉപയോഗിക്കുന്നത് വെറും ഈ പറഞ്ഞതുപോലെ അവർ ചൂഷണം ചെയ്യും, പ്രസംഗിക്കാൻ വേണ്ടി. അല്ല, ഇവര് പ്രസംഗിക്കും വനിതകൾക്ക് ഞങ്ങൾ മറ്റേ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ആശമാരെ നമ്മൾ കണ്ടല്ലോ. ആശമാരെ 40-40 ദിവസം ഇവിടെ ദ്രോഹിച്ചിട്ട് 100 രൂപ കൂട്ടി കൊടുത്ത് പറഞ്ഞു വിട്ട ആളുകളാണ്. അപ്പോൾ പാർട്ടിയുടെ വാക്കും പ്രവൃത്തിയും രണ്ട് തരത്തിലാണ്. അവർ പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്, പ്രവർത്തിക്കുന്നതല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെയുള്ള BJP-യുടെ ചിത്രം കാണുമ്പോൾ അവരുടെ വാക്കും പ്രവൃത്തിയും ഏതാണ്ട് യോജിച്ചു വരുന്ന രീതിയിലാണ് മനസ്സിലാക്കുന്നത്. ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് വളരെ വ്യക്തമാണ്. ഏതാണ്ട് സമാനമായ രീതിയാണ് കേരളത്തിൽ അവർ അവലംബിക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവിടെയും ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ശോഭാ സുരേന്ദ്രനെ പലതവണ പാർട്ടിക്കകത്ത് ഒതുക്കിയിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പ്രശ്നമുണ്ട്. കുറച്ചു കാലം ശോഭാ സുരേന്ദ്രൻ രംഗത്തില്ലായിരുന്നു. അവരെ ഈ പറഞ്ഞാൽ ഇതിനകത്തുള്ള ചില ഏമാന്മാര് പൂട്ടിട്ട് മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ പാർട്ടിക്കകത്ത് സാഹചര്യം മാറിയപ്പോഴേക്കും ഈ പറഞ്ഞതുപോലുള്ള ചില ഗ്രൂപ്പുകൾ, അതിനകത്തുള്ള ചില ചെറിയ കുറുവ് മുന്നണി എന്ന് പറയുന്ന ആളുകളൊക്കെ പിന്നാക്കം പോയി. പൊതുവിൽ ഇപ്പം നല്ല രീതിയിലുള്ള ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് BJP-ക്കകത്ത് വന്നതോടുകൂടി അവിടെ വനിതകൾക്ക് വലിയതുള്ള പ്രാതിനിധ്യം. നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനുകൾ കണ്ടതാണ്. ആശാ അതിനെ ഡെപ്യൂട്ടി, ഇവിടെ എല്ലാവരും മാധ്യമങ്ങളെല്ലാം പാടിയേർന്ന് ശ്രീലേഖയാക്കുമെന്നുള്ളതാണ്. പക്ഷേ SC വിഭാഗത്തിൽപ്പെട്ട ആശാനാഥിനെയാണ് അവർ മത്സരിപ്പിച്ചത്. ആ യുവതിയെ SC ആണെന്ന് പോലും അവർ എവിടെയും പറഞ്ഞിട്ടില്ല. ജനറൽ സീറ്റിൽ നിർത്തി മത്സരിപ്പിച്ച് വൻഭൂരിഷം ജയിപ്പിച്ചെടുക്കുകയായിരുന്നു. അവർ മത്സരിച്ച എല്ലാത്തിലും അങ്ങനെയായിരുന്നു. അപ്പോൾ ജാതി, മതം ഇതൊക്കെ പറഞ്ഞുള്ള ഈ ചൂഷണം ചെയ്യലുണ്ടല്ലോ, അത് CPM-ന്റെ മാത്രം രീതിയാണ്. അവരാണെങ്കിൽ ഇത് വലിയൊരു വാർത്തയാക്കിയത്. ഇപ്പോൾ ഞങ്ങൾ മറ്റേ SC വിഭാഗത്തിൽപ്പെട്ട ആളിനെ വളർത്തി അതാക്കി, ചേനയാക്കി, ആദ്യം പൂജാരിയാക്കി, ആദ്യം ഇത് കഴാക്കാരനാക്കി, തേങ്ങയാക്കി, മാങ്ങയാക്കി എന്നൊക്കെ പറഞ്ഞ വലിയ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരാക്കല്ലേ ഉള്ളൂ. ദേവസ്വം ബോർഡിന്റെ ചുമതല എടുത്ത് വെളിയിലറിയും ആണാണ്. അപ്പൊ പണ്ട് ഈ ആദിവാസിയായ മന്ത്രിക്ക് നൽകിയിട്ടില്ല. അല്ല, ആദിവാസിയായ മന്ത്രിയെ സംഭവം കൊണ്ടുവരും. ആ മന്ത്രിക്ക് ആദിവാസി ഒപ്പം കൊടുത്തിട്ട് അവിടെ ഒതുക്കിയിട്ടേക്കും. അദ്ദേഹത്തിന് ഒരു റോളും ഇല്ല.
ഇപ്പം നമ്മുടെ നാട്ടിലെ പിള്ളേരുടെ ചോദിച്ചാൽ ആദിവാസി വിഭാഗത്തിന് മന്ത്രി ആരും ആർക്കും അറിയില്ല. ഇത് അവരുടെ ഒരു പൊതു രീതിയാണ്. എല്ലാത്തിനെയും അടക്കി ഭരിക്കുക, ആവശ്യമുള്ളവർ ചൂഷണം ചെയ്യുക, പിന്നീട് വലിച്ചെറിയുക എന്നുള്ള ഒരു രീതിയാണ്. പക്ഷെ ആ ഒരു രാഷ്ട്രീയ രീതിക്ക് ഒരു മാറ്റം BJP-യുടെ ഭാഗത്ത് ഉണ്ടാവും, ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ധാരാളം വനിതാ സ്ഥാനാർത്ഥികൾ BJP-യുടെ കാൻഡിഡേറ്റ് ലിസ്റ്റിൽ ഉണ്ടാവും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ ഒരു പുതിയൊരു ദിശാബോധം നൽകുന്ന ഒരു സാധനമായിരിക്കും ആ ഇപ്പൊ തീരുമാനം. ശോഭാ സുരേന്ദ്രനായാലും പത്മജയായാലും ഏറ്റവും അവസാനം നമുക്ക് രമ്യ ഹരിദാസ് ആയാലും അങ്ങനെ പുതിയൊരു വനിതാ ശാക്തീകരണം നടപ്പിലാക്കുകയാണല്ലേ? തീർച്ചയായിട്ടും. കാരണം വനിതകൾ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ വരുന്ന എപ്പോഴും നല്ലതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ്. കാരണം സമൂഹത്തിൽ അച്ചടക്കവും ഈ പറഞ്ഞ പോലെ തുല്യനീതിയും സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയുന്ന പോലെ പുരുഷന്മാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാര്യം അവർക്ക് ആ ബുദ്ധിമുട്ടുകളുടെ പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ എക്സംഷൻസ് ഉണ്ട്, കുഴപ്പക്കാരെ സ്ത്രീകളുണ്ട്, അത് നമുക്ക് മാറ്റി നിർത്താം. പക്ഷെ പൊതുവിൽ ഭരണരംഗത്ത് സ്ത്രീകൾ വരുന്നത് നാടിന് നല്ലതാണ് എന്നാണ് ഒരു വിലയിരുത്തൽ പൊതുവെ എല്ലായിടത്തും, ലോകത്തിൽ എല്ലായിടത്തും ഉള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിട്ട് ഇവിടെ ശോഭാ സുരേന്ദ്രൻ അല്ലാതെ ഇപ്പോൾ പത്മജ വേണുഗോപാലുണ്ട്, അഡ്വക്കേറ്റ് നിവേദ ഹരിഹരനുണ്ട്, അതുപോലെ തന്നെ നവ്യ ഹരിദാസ് ഉണ്ട്, ഇപ്പോൾ നമ്മുടെ ശ്രീലേഖയുണ്ട്. അവർക്ക് ധാരാളം വനിതകൾ ഇപ്പോൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന മഹിളാ മോർച്ച, അതെ മഹിളാ മോർച്ച പ്രവർത്തിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട്, യുവതികളുണ്ട്. അവരെല്ലാം കാര്യപ്രാപ്തിയുള്ളവർ, നല്ല വിദ്യാഭ്യാസമുള്ളവരുമാണ്. അപ്പൊ ഈ ലോക്കലായിട്ട് ഈ പറഞ്ഞതുപോലെ എല്ലാ മണ്ഡലങ്ങളും നിർത്താൻ ആവശ്യമായ വനിതാ പ്രതിനിധികൾ അവർക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൽ നിന്നും നല്ലൊരു ഭാഗത്തിന് സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലെ, ഇത് BJP-യുടെ ഒരു സ്വീകാര്യത കേരള സമൂഹത്തിൽ വർദ്ധിപ്പിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ടാകുമല്ലോ. കാരണം കേരളത്തിലെ വോട്ടർമാരിൽ സ്ത്രീകളാണ് കൂടുതൽ, സ്ത്രീ വോട്ടേഴ്സാണ് കൂടുതൽ. അപ്പോൾ സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന കിട്ടുന്ന പാർട്ടിയാണെന്ന് നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നാളെ പാർട്ടി പ്രവർത്തിക്കാൻ ധാരാളം വനിതകൾ വരും. ഇപ്പോൾ നമ്മൾ കാണുന്നല്ലോ ഈ CPM ചെയ്യുന്നത് എന്താ, അവരുടെ പരിപാടികളിലൊക്കെ കുടുംബശ്രീക്കാരെ, അതുപോലെ ഹരിതകർമ്മ സേനയിലേക്ക് ഈ സ്ത്രീകളെ ഈ ആട്ടംപറ്റി തെളിക്കുന്നവർ തെളിച്ചു കൊണ്ടിരിക്കുകയാണ് പല പരിപാടികളും വിജയിപ്പിക്കുന്നത്. കാരണം അവർക്ക് അവരൊരു ജോലി ഇവർ കാരണം കിട്ടി, ഒരു ചെറിയൊരു വരുമാനമുള്ള ജോലി വേറെ കിട്ടി. അപ്പോൾ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടിയുടെ അടിമയായിട്ട് മാറുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. അത്തരം ഒരു അടിമത്വം BJP-ക്കകത്തില്ല. അവിടെ ഈ പറഞ്ഞ പോലെ പ്രവർത്തന മികവ് കൊണ്ടുപോയെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയും. ദ്രൗപദി മുർമുവിന് ഏറ്റവും ഒരു ഉദാഹരണമാണ്. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയാണ്, ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് അവരിപ്പോൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് മറ്റൊരു പരിഗണനയില്ലാതെ ഈ ജാതിയോ മതമോ ഉപജാതിയോ ആ വ്യത്യാസമൊന്നും ഇല്ലാതെ കഴിവിനനുസരിച്ചിട്ട് സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുന്ന ഒരു പ്രത്യേകത ഈ ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള പാർട്ടിക്ക് ഉണ്ട്. അത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ പ്രസിഡന്റും ആ ഒരു തത്വം സ്വീകരിക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതാൻ കഴിയുക. ഈ വീണ്ടും ഈ മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും സ്ത്രീകളെ കേരളത്തിൽ പരിഗണിക്കാത്തത്? അല്ല, അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് പുരുഷ മേധാവിത്വം. കാരണം സ്ത്രീ ആണ് ഈ സ്ഥാനത്ത് വരുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള അഴിമതി നടത്താൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇല്ലെങ്കിൽ അത്രയും അഴിമതിയിൽ അഗ്രഗണ്യ ഒരു സ്ത്രീ ആയിരിക്കണം. അല്ലാതെ ഒരു സ്ത്രീയാണ് വരുന്നതെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ തരിയുടെ പരിപാടികളൊന്നും നടന്നു പോകില്ല. അവരതിനൊന്നും സമ്മതം മൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പുരുഷന്മാർ വരുന്നതല്ലേ നല്ലത് തന്നെയാണ്. മാത്രമല്ല സ്ത്രീകൾ പൊതുവെ ഈ രാഷ്ട്രീയ രംഗത്ത് അത്രത്തോളം ശോഭിച്ച ആളുകൾ, അതായത് മുഖ്യമന്ത്രിയാകാൻ മാത്രമുള്ള ശോഭിച്ച ആളുകൾ രണ്ട് പാർട്ടിയിലും ഇല്ല. CPM-നും ഇല്ല, കോൺഗ്രസ് അവരെന്നെ അനുവദിച്ചിട്ടില്ല, വളരെ അനുവദിച്ചിട്ടില്ല. ഒരു പരിധിക്കപ്പുറം വളർന്നു തോന്നിക്കഴിഞ്ഞാൽ അവർ വെട്ടി നിരത്തും. അത് ഈ രണ്ട് പാർട്ടികളുടെ ഒരു പൊതു സ്വഭാവമാണ്. സ്ത്രീകൾ ഒരു പരിധിക്കപ്പുറം വളർന്നു തോന്നിക്കഴിഞ്ഞാൽ അവർ വെട്ടി നിരത്തുക. പാർട്ടിയിലായാലും ശരി, ഭരണത്തിലായാലും ശരി. അതുകൊണ്ടാണ് ഇവർ ഒരിക്കലും വനിതകളെ പരിഗണിക്കാത്തത്. മുഖ്യമന്ത്രി പോട്ടെ, പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ പോലും പരിഗണിക്കാറില്ല സ്ഥാനങ്ങൾ നൽകുന്നത് പാർട്ടിയിലടക്കം. അപ്പോൾ ഇതൊക്കെ അവരുടെ ഒരു പൊതു രീതികളാണ്. ആ രീതികളിൽ നിന്ന് മാറി BJP എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നൽകാൻ പോകുന്ന ഉറപ്പെന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് നിന്ന് ഉറപ്പെന്ന് പറയുന്നത് വനിതകൾക്ക് ധാരാളം സീറ്റ് നൽകും. ആ സീറ്റുകളിൽ വിജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് അർഹമായ സ്ഥാനം നൽകും. ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടാണ് കൂടുതൽ വനിതകളാണ് അവർക്ക് ജയിച്ചു വന്നിട്ടുള്ളത്. ആ ഒരു റിഫ്ലക്ഷൻ സ്വാഭാവികമായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കണം എന്നാണ് BJP കരുതുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്.